ദൈവത്തെക്കുറിച്ചുള്ള തീഷ്ണത കൊണ്ട് സ്വയം എരിഞ്ഞവൾ. ജീവിതത്തിലെ ഏതെങ്കിലും ഒരു നിമിഷം അപ്രതീക്ഷിതമായി സംഭവിച്ച പരിണാമമൊന്നുമല്ലാതെ. കാരണം ചെറുപ്രായം തൊട്ടേ അവൾ ഹൃദയത്തിൽ മുദ്രയായും കരത്തിൽ അടയാളമായും ദൈവത്തെ കൊണ്ടു നടന്നിരുന്നു. ഇന്ന് ആ പെൺകുട്ടിയെ ലോകം മുഴുവനും അറിയും, പ്രത്യേകിച്ച് ഭാരത കത്തോലിക്ക സഭ. അൽത്താരയിൽ ഇനി ഒരു മെഴുതിരി പോലെ എരിഞ്ഞു കത്തുന്ന അവളുടെ പേരാണ് വിശുദ്ധ മറിയം ത്രേസ്യ. കർത്താവല്ലാതെ ഈ ലോക ജീവിതത്തിൽ എനിക്ക് യാതൊന്നും വേണ്ട. ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും യേശുവിന് അർപ്പിക്കുന്നു. യേശു സഹിച്ച പീഡകളും സഹനങ്ങളും എൻ്റെ ജീവിതത്തിലേക്ക് ചേർക്കണമേ. കേരളക്കരയിലെ മതപരവും സാമൂഹികവുമായ ജീവിതത്തിൽ ചലനം സൃഷ്ടിച്ച് പുണ്യവതിയായി മാറിയ വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജന്മനാടാകാൻ ഭാഗ്യം ലഭിച്ചത് തൃശൂർ ജില്ലയിലെ പുത്തൻചിറയ്ക്കാണ്. പുത്തൻചിറ മങ്കിടിയാൻ കുടുംബത്തിലെ ബാല്യം മുതലേ യേശുവിനോടൊത്തുള്ള സഹനജീവിതം ഏറ്റെടുത്ത ഒരു സാധാരണ പെൺകുട്ടി. ത്രേസ്യയുടെ ജീവിതത്തിലെ ചില ഏടുകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ത്രേസ്യ വിശുദ്ധ ജീവിതത്തിന്റെ ഉടമയാണെന്ന് ജനം തിരിച്ചറിഞ്ഞത് ദിവ്യകാരുണ്യ ഉപാസകനായ ജോസഫ് വിധേയത്തിലച്ഛന്റെ അടുത്തുള്ള പാപസങ്കീർത്തനത്തിലൂടെയാണ്. പാപമലിമസമായ ഈ ലോകത്ത് പിശാചിന്റെ തട്ടിപ്പിൽ നീതിമാൻ പോലും അനുദിനം പല പ്രാവശ്യം പാപത്തിൽ വീണുപോകുന്നു. അതുകൊണ്ടാണ് സഭ കുംഭസാരത്തെ ഒരു കുദാശിയായി സ്ഥാപിച്ചത്. കുടുംബം ഇമ്പമുള്ളതാകണമെങ്കിൽ കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ പാടില്ല. ദൈവത്തിന്റെ മുഖമുദ്രയാണ് സ്നേഹം. കൊച്ചു കൊച്ചു കാരണങ്ങൾ കൊണ്ട് കുടുംബത്തിൽ വേറിട്ട് നിൽക്കുന്നവരെയും കലഹിച്ച് കഴിയുന്നവരെയും തിരിച്ചറിഞ്ഞ് ആ കുടുംബങ്ങളിലെ വൈകല്യങ്ങളെ അറിഞ്ഞ് മനസ്സിലാക്കി വേറിട്ട് നിൽക്കുന്ന വ്യക്തികളെ സ്നേഹത്തിന്റെ കണ്ണിയാൽ വിളക്കി ചേർക്കേണ്ടത് ദൈവഹിതമാണെന്ന് ത്രേസ്യ തിരിച്ചറിഞ്ഞു. യേശുവിന് വേണ്ടി എന്തും സഹിക്കാൻ സന്നദ്ധയായ ത്രേസ്യ വീടു വീടാന്തരം കയറിയിറങ്ങി കുടുംബങ്ങളിൽ യേശുവിൻ്റെ സ്നേഹവും സന്തോഷവും നിറച്ചു. എൻ്റെ ഏറ്റവും എളിയ സഹോദരങ്ങൾക്ക് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന ഈശോയുടെ വചനം അന്വർത്ഥമാക്കിക്കൊണ്ട് പുത്തൻചിറ ഗ്രാമത്തിൽ വസൂരി പിടിപ്പെട്ട് അനുദിനം ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ഭീതിതമായ അവസ്ഥയിൽ മറിയം ത്രേസ്യ ഒരു മാലാഖയെ പോലെ അവരുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് അവരെ ശുശ്രൂഷിച്ചു. ഒരിക്കൽ വസൂരി പിടിപ്പെട്ട് മൃതപ്രായയായ ഒരു സ്ത്രീയെ പായയിൽ പൊതിഞ്ഞു വെച്ച് കത്തിക്കാൻ ഒരുങ്ങവേ മറിയം ത്രേസ്യ അവളുടെ അരികിലേക്ക് ഓടിയെത്തി അവളെ ശുശ്രൂഷിക്കുകയും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം നൽകുകയും ചെയ്തു.
അവിസ്മരണീയവും അത്ഭുതാവഹവുമായ സംഭവ കഥകളുടേതായിരുന്നു മറിയം ത്രേസ്യായുടെ ജീവിതം. പഞ്ചക്ഷത വിഭൂഷിതയായ പ്രഥമ കേരള കന്യക, തിരുക്കുടുംബ സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപക, ജീവിച്ചിരുന്ന വിശുദ്ധയെന്ന് പലരും അവളെ വിളിച്ചിരുന്നു. കുടുംബങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് പഠിപ്പിച്ച രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് അരനൂറ്റാണ്ട് മുമ്പ് തന്നെ ഭവനങ്ങൾ തോറും കയറി ഇറങ്ങി അഗതികൾക്കും ആലംബഹീനർക്കും അത്താണിയായി മാറിയ കുടുംബ പ്രേക്ഷിത, ജാതിയും മതവും വർണ്ണവും നോക്കാതെ, അതെ, താഴേക്കിടയിലുള്ളവരെ ഉദ്ധരിക്കുവാൻ സമൂഹത്തിലേക്ക് ഇറങ്ങി തിരിച്ച നവോത്ഥാന നായിക, കേരളീയരുടെ മനം കവർന്ന നമ്മുടെ അമ്മയായ മറിയം ത്രേസ്യായുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. ക്രൂശിതന്റെ സ്നേഹിതേ മറിയം ത്രേസ്യായി, തിരുഹൃദയത്തിൻ തോഴിയേ മറിയം ത്രേസ്യായി. ക്രൂശിതന്റെ സ്നേഹിതേ മറിയം ത്രേസ്യായി, തിരുഹൃദയത്തിൻ തോഴിയേ മറിയം ത്രേസ്യായി. അമ്മേ നിൻ മാധ്യസ്ഥം തേടും നീ മക്കൾ, അമ്മേ നിൻ മാധ്യസ്ഥം തേടും നീ മക്കൾ, അമ്മേ നിൻ മാധ്യസ്ഥം തേടും നീ മക്കൾ, അമ്മേ നിൻ മാധ്യസ്ഥം തേടും നീ മക്കൾ. അമ്മേ അമ്മേ മറിയം ത്രേസ്യായേ, അമ്മേ അമ്മേ പ്രാർത്ഥിച്ചിടണമേ, അമ്മേ അമ്മേ മറിയം ത്രേസ്യായേ, അമ്മേ അമ്മേ പ്രാർത്ഥിച്ചിടണമേ. ജീവിത ക്രൂശും ചങ്കിലായി നീന്തി കാൽവരി താണ്ടും മക്കൾക്കാ, ജീവിത ക്രൂശും ചങ്കിലായി നീന്തി കാൽവരി താണ്ടും മക്കൾക്കാ. ക്രൂശും ചാരനിൻ അമ്മയായവൾ തിരുകുടുംബത്തിൻ പുത്രിയായി, ക്രൂശും ചാരനിൻ അമ്മയായവൾ തിരുകുടുംബത്തിൻ പുത്രിയായി. ക്ലേശിക്കുന്നതിനാത്മം എൻ പ്രിയനെ പ്രണയിക്കാം, സ്നേഹത്താലെന്നു മനപ്രിയരെ സ്നേഹിക്കാം. ക്ലേശിക്കുന്നതിനാത്മം എൻ പ്രിയനെ പ്രണയിക്കാം, സ്നേഹത്താലെന്നു മനപ്രിയരെ സ്നേഹിക്കാം. ക്രൂശിതന്റെ സ്നേഹിതേ മറിയം ത്രേസ്യായി, തിരുഹൃദയത്തിൻ തോഴിയേ മറിയം ത്രേസ്യായി. അമ്മേ നിൻ മാധ്യസ്ഥം തേടും നീ മക്കൾ, അമ്മേ നിൻ മാധ്യസ്ഥം തേടും നീ മക്കൾ, അമ്മേ നിൻ മാധ്യസ്ഥം തേടും നീ മക്കൾ, അമ്മേ നിൻ മാധ്യസ്ഥം തേടും
കണ്ണടയ്ക്കാത്ത പ്രാണനാഥന്റെ സന്നിധി, വിശ്രമിക്കാത്ത കണ്ണടയ്ക്കാത്ത പ്രാണനാഥന്റെ സന്നിധി. നിന്നയേൽക്കാതെ ശത്രു കാണാതെ ഓടി മറയുവാൻ വന്നവൾ, നിന്നയേൽക്കാതെ ശത്രു കാണാതെ ഓടി മറയുവാൻ വന്നവൾ. ക്ലേശിക്കും എന്നാത്മം എൻ പ്രിയനെ പ്രണയിക്കാം, സ്നേഹത്താലെരിയുന്നോ മനം പ്രിയരെ സ്നേഹിക്കാം. ക്ലേശിക്കും എന്നാത്മം എൻ പ്രിയനെ പ്രണയിക്കാം, സ്നേഹത്താലെരിയുന്നോ മനം പ്രിയരെ സ്നേഹിക്കാം. അമ്മേ നീ മാധ്യസ്ഥം തേടുന്നീ മക്കൾ, അമ്മേ നീ മാധ്യസ്ഥം തേടുന്നീ മക്കൾ, അമ്മേ നീ മാധ്യസ്ഥം തേടുന്നീ മക്കൾ.